യേശു നമ്മെ പഠിപ്പിച്ചു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന്. എന്നാൽ യേശു കൂട്ടിച്ചേർത്തതും ശ്രദ്ധേയമാണ്. ഉപ്പിൻ്റെ ഉറകെട്ട് പോയാൽ അത് വലിച്ചെറിയപ്പെടും, അത് തെരുവിൽ ആളുകളാൽ ചവിട്ടപ്പെടുമെന്ന്. ഇത് നമുക്ക് ഓരോരുത്തർക്കും വലിയ ഒരു താക്കീതാണ്. പ്രത്യേകിച്ച് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സീറോ മലബാർ സഭയ, അതിന് നേതൃത്വം കൊടുക്കുന്ന മെത്രാൻ സിനഡ് ഒക്കെ യേശുവിൻ്റെ ഈ വചനം ശ്രദ്ധിക്കണം. ഉറകെട്ട ഉപ്പാകരുത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടിയന്തരമായി സിനഡ് തിരുത്താനായിട്ട് തയ്യാറാകണം. എറണാകുളം അങ്കമാലി അതിരൂപത, അവിടുത്തെ വൈദികരും ദൈവജനവും 6 ലക്ഷത്തിലധികം വരും. അവർ ഈ അതിരൂപതയെ മാത്രം സംരക്ഷിക്കാനല്ല ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, മറിച്ച് രണ്ടാം വത്തിക്കാൻ സൂനോദോസിൻ്റെ ആരാധനാക്രമമെന്ന ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ കൂടി സംരക്ഷിക്കാനാണ്. സാക്രോസാങ്ക്തം കൊഞ്ചീലിയം എന്ന ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആരാധനക്രമത്തിലെ നവീകരണത്തെയാണ് കൂടുതലായി അടിവരയിട്ട് അവതരിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാന വിഷയത്തിൽ ഈ അതിരൂപതയിലെ ദൈവജനം ഈ നവീകരണ ചൈതന്യത്തിൽ 60 വർഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. 60 വർഷം ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ആരാധനാക്രമം അവരിൽ നിന്ന് മുറിച്ചു മാറ്റുമ്പോൾ ആ കത്തി ഉയർത്തിയവരോട് അവർക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്തിന് ഞങ്ങളെ മുറിച്ചു മാറ്റുന്നു? നവീകരണ ചൈതന്യത്തിൽ നിന്ന്, സജീവ കുർബാന അർപ്പണത്തിൽ നിന്ന് ഞങ്ങൾ എന്തിന് മുറിച്ചു മാറ്റുന്നു എന്നൊരു ചോദ്യം അവർ ചോദിക്കുന്നത് സ്വാഭാവികമാണ്. കാരണം അവരോട് ചോദിച്ചിട്ടല്ല ഈ കൽദായ ക്രമം 50-50 ഈ ദൈവജനത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചത്. അവരോട് ചോദിക്കാതെ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചത് നീതിനിഷേധമാണ്. യേശു മലയിലെ പ്രസംഗത്തിൽ, പ്രത്യേകിച്ച് അഷ്ടസൗഭാഗ്യങ്ങളിൽ, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുക, അവരാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. മെത്രാൻ സിനഡ് അവകാശപ്പെടുന്നത് 60 വർഷത്തെ പാരമ്പര്യമല്ല, 2000 വർഷത്തെ പാരമ്പര്യമാണ് പ്രധാനപ്പെട്ടത് എന്ന്. അതിൽ ബുദ്ധിപരമായ ഒരു സത്യസന്ധതയുണ്ടോ? ഇൻ്റലക്ച്വൽ ഓണസ്റ്റി ഉണ്ടോ? ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കൽദായ സഭ തന്നെ രൂപം കൊള്ളുന്നത് AD 5-ാം നൂറ്റാണ്ടിലാണ്. അന്ത്യോക്യ സഭയുടെ പുത്രി സഭയായി സെലൂഷ്യ ടെസിഫോർ കേന്ദ്രമാക്കിയാണ് കൽദായ സഭ രൂപം കൊണ്ടത്. ഈ കൽദായ സഭ 410-ലാണ് സെലൂഷ്യയിൽ സമ്മേളിച്ച സൂനോദോസിലൂടെ കൽദായരുടെ കീഴിലുള്ള പ്രദേശങ്ങളിലെല്ലാം സുറിയാനി ഭാഷയും കൽദായ ആരാധനാക്രമം ഉപയോഗിക്കണമെന്ന് നിഷ്കർഷിച്ചത്. അപ്പോൾ 5-ാം നൂറ്റാണ്ടിൽ ആണ് ഈ കൽദായ ലിറ്റർജി തന്നെ രൂപം കൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഭാരതത്തിൽ നമ്മുടെ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് സീറോ മലബാർ സഭ. ഇന്നത്തെ സീറോ മലബാർ സഭ AD 52-ൽ വന്ന തോമസ് ശ്ലീഹായാൽ സ്ഥാപിതമായതാണ്. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ പാരമ്പര്യത്തെക്കുറിച്ച് മെത്രാന്മാർ ഒരു ഗവേഷണവും നടത്തുന്നില്ല. ഒരു പക്ഷേ ശരിയായിരിക്കാം. ആദ്യത്തെ 5 നൂറ്റാണ്ട് മാർത്തോമാ ശ്ലീഹായുടെ താല്പര്യപ്രകാരം അർക്കദയോക്കനാൽ, ആർച്ച് ഡീക്കനാലാണ് ഇവിടെ ഭരണം നടത്തപ്പെട്ടത്. മെത്രാന്മാരുടെ ഭരണമായിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ 5 നൂറ്റാണ്ടുകളിൽ അർക്കദയോക്കന്മാർ പള്ളി യോഗങ്ങളിലൂടെയും പള്ളി പ്രതിപുരുഷ യോഗങ്ങളിലൂടെയും ദൈവജനത്തിൻ്റെ പങ്കാളിത്തത്തോടെ ഭരണപരമായ കാര്യങ്ങളിലാണ് ശ്രദ്ധ തിരിച്ചത്. സഭയെ പണിതുയർത്താനാണ് അവർ ശ്രദ്ധിച്ചത്.
ആരാധനക്രമ വിഷയത്തിൽ ലിഖിതമായ ഒരു ക്രമം രൂപപ്പെടുത്തുന്നതിൽ അവർക്കൊരു പക്ഷേ സമയക്കുറവ് കൊണ്ട് ഫലം കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് ശരി സത്യമാണ്. എന്നാൽ 2000 വർഷത്തെ സീറോ മലബാർ സഭയുടെ പാരമ്പര്യത്തിൽ ഈ 5-ാം നൂറ്റാണ്ടിൽ കുടിയേറ്റക്കാരായി ഇവിടെ വന്ന കൽദായ മെത്രാന്മാർ മാത്രമാണോ ആരാധനാക്രമത്തിൽ സംഭാവന നൽകിയിട്ടുള്ളത്? പാതിരുവാദോ ഭരണത്തിൽ ഏകദേശം 400 വർഷത്തോളം ലത്തീൻ ആരാധനാക്രമവും നമ്മുടെ ഒരു മുതൽക്കൂട്ടാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ പാരമ്പര്യം വീണ്ടെടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യമുണ്ട്, കൽദായ സഭയുടെ പാരമ്പര്യമുണ്ട്, ലത്തീൻ സഭയുടെ പാരമ്പര്യമുണ്ട്. ഇതെല്ലാം കൂടി സമ്മിശ്രമായി ചേർന്ന ഒരു നിധിയാണ്, ഒരു ട്രഷറാണ് നമ്മുടെ സീറോ മലബാർ സഭയുടെ ആരാധനാക്രമം. അപ്പോൾ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ കൽദായം മാത്രം മതി എന്ന് പറയുന്നത് ബുദ്ധിപരമായ സത്യസന്ധതയല്ല. അത് വികലമായ ഒരു ദർശനമാണ്. ഈ വികലമായ ദർശനം പ്രബുദ്ധമായ കേരളത്തിൽ അവതരിപ്പിക്കുമ്പോൾ അത് ദൈവജനം അംഗീകരിക്കുകയില്ല. കാരണം 1992 ഇവിടെ വന്ന വൈറ്റ് കമ്മീഷൻ എല്ലാ രൂപതകളിലും സന്ദർശനം നടത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എല്ലാ രൂപതകളിലും ജനാഭിമുഖ കുർബാന നിലനിർത്തണമെന്നായിരുന്നു ആവശ്യം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം വൈറ്റ് കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെടാതെ പോയത്. കാരണം കൽദായ ലോബിക്ക് ആ റിപ്പോർട്ട് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ മെത്രാന്മാർ ശ്രദ്ധിക്കേണ്ടത് ബുദ്ധിപരമായ സത്യസന്ധത ആവശ്യമാണ്. നിങ്ങൾ പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ 3 കാര്യങ്ങൾ ഒരേ സമയം പറഞ്ഞുകൊള്ളണം. മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യം, കൽദായ പാരമ്പര്യം, ലത്തീൻ പാരമ്പര്യം. ഇതിലെല്ലാ നന്മകളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്കാർക്കും എതിർപ്പില്ല. മാത്രമല്ല ഈ പാരമ്പര്യത്തെക്കാളൊക്കെ പ്രധാനപ്പെട്ടത് വിശ്വാസികളുടെ ദൈവജനത്തിൻ്റെ സജീവമായ പങ്കാളിത്തമാണ് ആരാധനാക്രമത്തിൽ. അത് ജനാഭിമുഖ കുർബാനയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ എന്ന് കഴിഞ്ഞ 60 വർഷം കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഇവിടെ മാർ ബോസ്കോയ്ക്ക് മുമ്പായി അഡ്മിനിസ്ട്രേറ്ററായി വന്നത് മാർ ആൻഡ്രൂസ് സ്ഥാനത്താണ്. അദ്ദേഹം ഒരു രക്ഷാകവചമായി എപ്പോഴും അവതരിപ്പിച്ചിരുന്നത് മാർപ്പാപ്പ പറഞ്ഞു എന്നാണ്. എനിക്ക് മെത്രാന്മാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, മാർപ്പാപ്പയുടെ സംരക്ഷണം മെത്രാന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അതിനെ ഞാൻ മനസ്സിലാക്കുന്നത് സിസ് ഗാർഡ് ഉണ്ടെന്നാണ്. മാർപ്പാപ്പ നിങ്ങളുടെ മാത്രം കുത്തകയാണോ? ദൈവജനത്തിൻ്റെ തലവനാണ്, ദൃശ്യതലവനാണ്. ദൈവജനം എല്ലാവരും കൂടിയല്ലേ മാർപ്പാപ്പയെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ സംരക്ഷിക്കേണ്ടത്. യഥാർത്ഥത്തിൽ പരിശുദ്ധ മാർപ്പാപ്പയും മെത്രാന്മാരും വൈദികരൊക്കെ സംരക്ഷിക്കേണ്ടത് ദൈവജനത്തെയാണ്, സഭയാണ് സംരക്ഷിക്കേണ്ടത്. ഇങ്ങനത്തെ ഒരു ദർശനം നിങ്ങൾ എന്തുകൊണ്ട് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നില്ല? അതുകൊണ്ട് ഒരു ഇൻക്ലൂസീവ് അപ്രോച്ച് നിങ്ങൾ വളർത്തിയെടുക്കണം. അല്ലാതെ നിങ്ങൾ മുറുകെ പിടിക്കുന്ന ചില താല്പര്യങ്ങൾ, അത് പലതും ഞങ്ങൾക്കറിയാം, അധികാരം കൈയാളാൻ വേണ്ടിയിട്ടുള്ള ചില താല്പര്യങ്ങളാണ്, അധികാരം കിട്ടുമോ എന്ന് നോക്കിയിട്ടുള്ള താല്പര്യങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ മാർപ്പാപ്പയെ എക്സ്ക്ലൂസീവായിട്ട് ഞങ്ങളുടേത് മാത്രമെന്നും പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. അത് ശരിയല്ല. ഇടയന്മാർക്ക് ഒറ്റ സമീപനമേ പാടുള്ളൂ. അത് ഇൻക്ലൂസീവ് അപ്രോച്ചായിരിക്കണം, എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമായിരിക്കണം. ദൈവജനത്തെ മുഴുവൻ ഉൾക്കൊള്ളുക. നമുക്ക് ഒരു കൂട്ടായ്മയാണ്, വിളിക്കപ്പെട്ട സമൂഹമാണല്ലോ സഭ. ഈ കൂട്ടായ്മയിൽ നിങ്ങൾ ഈ എക്സ്ക്ലൂസീവായിട്ടുള്ള സമീപനം അത് ഉപേക്ഷിക്കണം. അത് ക്രിസ്തീയമല്ല. ഇൻക്ലൂസീവ് സമീപനമാണ് യേശു അവതരിപ്പിക്കുന്നത്. അത് ടേബിൾ ഫെല്ലോഷിപ്പാണ്, എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു മേശ സംസ്കാരമാണ് യേശു അവതരിപ്പിച്ചത്. അതിൻ്റെ ഒരു ഉച്ചഘട്ടമാണ് നമ്മുടെ കുർബാന മേശ, വിശുദ്ധ കുർബാന മേശ. അന്ത്യത്താഴത്തിൻ്റെ സ്മരണ, ഓർമ്മ അവിടെ പരിപാവനമായി ആചരിക്കപ്പെടുന്നു. അതുതന്നെയാണ് വിശുദ്ധ കുർബാന. അപ്പോൾ ഈ ഒരു എല്ലാവരും ഉൾക്കൊള്ളുന്ന സംസ്കാരം നിങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ചൈതന്യത്തിൽ
നിങ്ങൾക്കും സഭയിലെ മുഴുവൻ ജനത്തിനും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കണം. നിങ്ങൾ ദൈവജനത്തെ കേൾക്കാതെ, വിശിഷ്യ വൈദികരെ കേൾക്കാതെ എങ്ങനെ നിങ്ങൾക്ക് സഭയെ പണിതുയർത്താൻ സാധിക്കും? ഇടയന്മാരായ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് സഭയെ പണിതുയർത്താനാണ്. മറ്റൊന്നും കൂടി സൂചിപ്പിക്കട്ടെ. ദീർഘകാലം വൈദിക പരിശീലനം നടത്തി തിരുപ്പട്ടത്തിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിയുന്ന ഡീക്കന്മാർ എന്തുകൊണ്ട് മാർ ബോസ്കോ പുത്തൂർ അവരെ പരിഗണിക്കുന്നില്ല? ഇപ്പോൾ 50-50 കുർബാന ചില നിബന്ധനകൾക്ക് വിധേയമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഡീക്കൻ വൈദികനാകുമ്പോൾ അദ്ദേഹത്തിനും ആ സംവിധാനത്തിൽ സഹകരിക്കാൻ കഴിയും. പിന്നെ എന്തിന് നിങ്ങൾ ഇനിയും പിടിവാശിയിൽ മുന്നേറുന്നു? നിങ്ങൾ ഞങ്ങൾക്ക് മാതൃക നൽകണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. മനുഷ്യരായ നിങ്ങൾക്ക് ഒരുപക്ഷെ സാധിക്കണമെന്നില്ല. പക്ഷേ ദയവായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് ദുർമാതൃക നൽകരുത്. ഡീക്കൺ പട്ടം സ്വീകരിച്ച് മാസങ്ങളായി അവർക്ക് അവകാശപ്പെട്ട പൗരോഹിത്യം സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന അവർക്ക് നീതി നിങ്ങൾ നിഷേധിക്കരുത് എന്ന് ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ്. ഫാദർ ജോസ് വൈലിക്കോടത്ത്.